ഹലോ ഗായ്സ്, കറണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സജഷൻ വീഡിയോ ആയിട്ട് നിന്ന് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് കിടിലൻ പണി കിട്ടി. കിടിലൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടൻ പണിയാണ് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. പണി കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് കിട്ടിയ പണി. ഇത് സ്ക്രീൻ കംപ്ലൈൻ്റ് ആയി, ഫുള്ള് പൊട്ടി, പാളി സേഫായി. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയ സമയത്ത് സാധാരണ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാറില്ല. ആ സമയത്ത് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ പരമാവധി എല്ലാ മൊമെൻറ്റിലും നമ്മൾ ഫോൺ നമ്മുടെ ഒപ്പം കയ്യിൽ വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അന്നും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ഫോൺ എടുത്തത്. പക്ഷെ ഫോൺ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ അമ്പലത്തിലേക്കാണല്ലോ പോയത്. അമ്പലത്തിലേക്ക് പോയത് കാരണം ഞാൻ മുണ്ടാണ് കൊടുത്തത്. അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ മുണ്ടാണ് കൊടുക്കാറ്. മുണ്ട് കൊടുക്കുമ്പോൾ ഫോൺ വെക്കാനായിട്ട് എനിക്കല്ലെങ്കിൽ സേഫായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ബൈക്കിനാണ് പോയത്. അപ്പോൾ ബൈക്കിൽ ഫ്രണ്ടിൽ നമുക്ക് ടാങ്കിൻ്റെ മുകളിൽ ബാഗ് ഉണ്ടല്ലോ, ബാഗിൽ വെച്ച് സേഫാക്കി വെച്ചാലും മതിയായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷർട്ടിൻ്റെ പോക്കറ്റിലാണ് വെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഗട്ടർ ചാടി പോകുന്ന വഴി ഒരു ഗട്ടറിൽ ചാടി ഫോൺ താഴെ വീണു, റോഡിലേക്കാണ് നേരെ വീണത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഓൾറെഡി കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് ഇട്ട് വെച്ചതാണ്. അതായത് പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഒട്ടിച്ചതാണ്. പക്ഷേ വീണതിൻ്റെ ഇതിനകത്ത് നോക്കിയിട്ട് പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് പോയിട്ട് ഇട്ടിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടായില്ല. സംഭവം മെയിൻ ഡിസ്പ്ലേ തന്നെയാണ് അടിച്ചു വീണു. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ പണിയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും അല്ലെങ്കിൽ ഇപ്പം ഇതിന് മുന്നേ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും ഒക്കെ നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്തത് ഈ ഫോണായിരുന്നു. അപ്പോൾ ഇപ്പം അത് കാരണം ഇങ്ങനെ പണിക്ക് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ ഫോണാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ചെന്നിട്ട് ഞാൻ വീടിനടുത്തുള്ള അറിയാവുന്ന ഒരു ഷോപ്പിൽ ഞാൻ ചെന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 1500 രൂപയുടെയും ഉണ്ട്, അതേപോലെ തന്നെ 2000 രൂപയുടെയും ഡിസ്പ്ലേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ ഒരു ഫോൺ വിൽക്കുന്നതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോണായിരുന്നു അസ്യൂസിൻ്റെ സെൻഫോൺ മാക്സ് പ്രോ മാക്സ് M1 എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ടായിരുന്നു. അപ്പോൾ ആ മോഡലാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഇതുപോലെ, അതായത് പാൻസിൻ്റെ പോക്കറ്റിൽ ഞാൻ ഇട്ടതിന് ശേഷം, അത് നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ പാൻസിൻ്റെ പോക്കറ്റിലാണ് ഇടാറ്. ആ പാൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഇതേപോലെ തന്നെ റൈഡിങ്ങിൽ ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു കോള് വന്നിട്ട് നമ്മൾ എടുത്തു, പിക്ക് ചെയ്തിട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പാൻസിൻ്റെ ഇതിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റായില്ല. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് വീണു. അപ്പോൾ അങ്ങനെ ആ ഡിസ്പ്ലേ അങ്ങനെയാണോ. അപ്പോൾ ഞാനത് ഡിസ്പ്ലേ മാറി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നത്, ഒന്ന് ഒരു ബ്ലൂ ഷെയ്ഡ് പോലെ ഉണ്ടായിരുന്നു, ഡിസ്പ്ലേക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ക്യാമറയ്ക്ക് ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ കുറവായിരുന്നു. പിന്നെ അതേപോലെ ഇടക്കിടക്ക് ലൈൻസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസ്പ്ലേയിൽ. അപ്പോൾ ഞാനിത് മാറാൻ പോയപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഫോൺ പോയത്. അപ്പോൾ ബ്രദർ പറഞ്ഞായിരുന്നു അത് മാറുമ്പോൾ ഈ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും ചോദിച്ചു, അവിടെ കടയിൽ ചോദിച്ചപ്പോൾ ഈ ഒരു ഷോപ്പിലുള്ളവർ ചോദിച്ചു, ഈ ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡും ഇത് സംഭവങ്ങളുണ്ടാവുമെന്ന് ഞാൻ അവിടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഒറിജിനൽ ഡിസ്പ്ലേ അല്ല വെക്കുന്നത്, നമ്മൾ സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സെക്കൻഡ് അതായിട്ടുള്ള ഡിസ്പ്ലേ ആണ് വെക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ മാറുമ്പോൾ നമ്മൾ അത് ഫ്രണ്ടിലത്തെ എൻ്റയർ യൂണിറ്റ്, ഈ പറയുന്ന ഫ്രണ്ടിലത്തെ എൻ്റയർ യൂണിറ്റാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ റീപ്ലേസ് ചെയ്ത് വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഷെയ്ഡോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഷെയ്ഡോ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ഈവൻ ഒറിജിനൽ വെക്കാൻ പറ്റാത്തവർ, നമ്മൾ സാധാരണ ചെയ്യുന്നവർ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വെക്കാറുള്ളത്. ഇല്ല, നമ്മൾ ഒറിജിനലിൽ നമ്മൾ വെക്കാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ഫോൺ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഒറിജിനൽ ഡിസ്പ്ലേയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുന്ന ഫോണിൻ്റെ വില എന്താണോ അതിൻ്റെ ഏകദേശം പകുതി വില തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറുന്നതിന് വേണ്ടി വരും. ഒറിജിനലിൽ സർവീസ് സെൻ്ററിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മളത് മാറ്റുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് എത്രത്തോളം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ളതുകൊണ്ട് ഇപ്പം സാധാരണക്കാർ ചെയ്യണ എന്താണ്, നമ്മൾ ഈ ഡിസ്പ്ലേ എന്തെങ്കിലും ഇതുപോലെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തെമ്മി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇടുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഇടുമ്പോൾ നമുക്ക് ഇതേപോലുള്ള പ്രോബ്ലം വരും. ഇപ്പോൾ ബ്ലൂ ഷെയ്ഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ലൈൻസ് വരാൻ ചാൻസസ് ഉണ്ട്, അല്ല അങ്ങനെ അതൊക്കെ വരും.
അപ്പോൾ ഈ മാറ്റുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എൻ്റയർ യൂണിറ്റ് ആണല്ലോ, ഫ്രണ്ടിലത്തെ എൻ്റയർ യൂണിറ്റാണ് മാറ്റുന്നത്. അപ്പം ഫ്രണ്ട് ക്യാമറ കവർ ചെയ്യുന്ന ഗ്ലാസ് അടക്കമാണ് നമ്മൾ ഈ എൻ്റയർ യൂണിറ്റിൽ മാറുന്നത്. അപ്പം അങ്ങനെ മാറുമ്പോൾ നമുക്ക് സെൽഫീസ് എടുക്കുമ്പോൾ, അതായത് ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയിൽ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ ഒറിജിനൽ മാറുന്നതിനേക്കാൾ വ്യത്യാസം ഇതിനകത്ത് വരും. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ മാറുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനലിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോസ്റ്റ് വളരെയധികം കൂടുതലായി, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പരമാവധി നിങ്ങൾ ചെറിയൊരു മിസ്റ്റേക്കാണ്, കാരണം എനിക്ക് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്കാണ്. ഞാനത് എനിക്ക് ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇടേണ്ട ആവശ്യം ഉണ്ടായില്ല. എനിക്ക് സേഫായിട്ട് ഒരു സ്ഥലത്ത് വെച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈവൻ ഈ ബൈക്കിൻ്റെ ഫ്രണ്ടിലുള്ള ബാഗിലാണെങ്കിലും എനിക്ക് സേഫായിട്ട് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ചെറിയൊരു മിസ്റ്റേക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയത്. പറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കോസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ബൈക്കിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോണുകളൊക്കെ നിങ്ങൾ ഈ പറയുന്ന, പ്രത്യേകിച്ച് ഞാൻ പറയണത് സ്മാർട്ട് ഫോൺസ് ഒരിക്കലും നിങ്ങൾ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം ഗട്ടറൊക്കെ ഉള്ള റോട്ടിൽ കൂടിയാണ് നമ്മുടെ റോഡൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഗട്ടറൊക്കെ ഉള്ള റോട്ടിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരമുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എന്നുള്ളൊരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് വലിയ വില കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കൂല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫാൻസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങൾ ബൈക്ക് റൈഡ് പോകുന്ന ആൾക്കാർ, ബൈക്ക് റൈഡാണല്ലോ ഇപ്പോൾ ഈ സ്കൂട്ടറിന് പോകുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ ബൈക്ക് റൈഡേഴ്സിന് ടൂ വീലേഴ്സിൻ്റെ കേസ് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബൈക്കിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പരമാവധി ഫോണ് പോക്കറ്റിൽ ഇട്ടതിന് സേഫാക്കിയതിന് ശേഷം മാത്രം വണ്ടിയിൽ കയറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ റൈഡിൻ്റെ ഇടയിൽ പരമാവധി കോളുകൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ എടുത്ത് വെച്ചിട്ട് തിരിച്ച് ഈ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വഴുതി താഴത്ത് വീണ് പൊട്ടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്മാർട്ട് ഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഒരിക്കലും തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റും വരാതിരിക്കാനുള്ള മെഷർമെൻറ്റ്സ് നിങ്ങൾ എടുത്തിരിക്കുക. കാരണം ഏറ്റവും കൂടുതൽ വീക്ക് പോയിൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വീക്ക് പോയിൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. എന്ത് സംഭവിച്ചാലും ഇപ്പം 10,000 രൂപയുടെ ഫോൺ എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ഫോൺ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഏറ്റവും വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേക്ക് ഒരു കംപ്ലൈൻറ്റ് പോലും വരാത്ത രീതിയിൽ നിങ്ങൾ പരമാവധി സേഫായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്ത് ഡിസ്പ്ലേയിലോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് നിങ്ങൾ റീപ്ലേസ് ചെയ്താൽ കൂടിയും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം, അതായത് ഒറിജിനൽ നമ്മൾ മേടിക്കുമ്പോഴുള്ള അതേ ഇതൊന്നും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഡിസ്പ്ലേയിൽ ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് ഡാമേജസോ വരാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള പ്രൊട്ടക്റ്റീവ് മെഷർ നിങ്ങൾ എടുത്തിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളൊരു ഓൾട്ടർനേറ്റീവ്, ഇപ്പോൾ ഞാൻ എന്തായാലും ഡിസ്പ്ലേ ഇതിൻ്റെ മാറും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഡിസ്പ്ലേയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേയാണ് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു ഓൾട്ടർനേറ്റീവ് ഫോൺ നമ്മൾ നോക്കുന്നുണ്ട്. ആ ഫോണിൻ്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, അല്ല ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മളത് എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കണോടൊക്കെ. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഇനി ഒരിക്കലും ചെയ്യരുത്. ഡിസ്പ്ലേ ഒരിക്കലും അങ്ങനെ കെയർലെസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുനടക്കരുത്. ഓക്കെ.